ഇതെന്റെ അമ്മയാ. അമ്മേ, ഇതാ എന്നെ ഹോസ്പിറ്റലാക്കിയത്. മോളെ, ഇതിന് പകരം ഞാൻ എന്താ ചെയ്യേണ്ടത്? നോനോ, ഞാൻ കാരണം അങ്ങനെ ആയത്. ഞാനാ താങ്ക്സ് പറയേണ്ടത്. ശരിക്കും എന്താ നടന്നറിയോ? എന്താ നടന്നത്? പിന്നെ ഇതെന്റെ സിസ്റ്റർ, പേര് കവിത. ഹലോ. ഹായ്. ഇവരെയൊക്കെ തനിക്ക് നേരത്തെ അറിയാലോ. ഹലോ. തിരു അളിയ, എനിക്കും തോമസിന് അത്യാവശ്യം ഒരു പണിയുണ്ട്. കവിത, നീ അമ്മയും കൂട്ടിയിട്ട് തോമസ് വാടാ, വാ വാ. എടുക്കാൻ പോവാമേ. നീ പോടി, ഞാൻ ഇവിടെ നിൽക്കാം. വാമേ, എന്താ ഇവിടെ ബഹളം? ഒരാള് മാത്രം എഴുതിട്ട് ബാക്കിയെല്ലാം വെളിയിൽ പോയിക്കേ. ഇരിക്കൂ. ഇപ്പോഴും വേദനയുണ്ടോ? ഐ എം എക്സ്ട്രീംലി സോറി. ഞാൻ നിങ്ങളോട് കുറച്ച് ദേഷ്യത്തിലായിരുന്നു. ഇല്ല, എൻ്റെ പേരിലാ തെറ്റ്. താൻ പോകുന്നിടത്തൊക്കെ ആരാണെങ്കിലും ഒരു ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ട് മുറിഞ്ഞാലും തല ഇറങ്ങിപ്പോവും. ഇന്നലെ അത്രയ്ക്ക് രക്തം. എങ്ങനെ നിങ്ങള് പേടിയില്ലേ? റോഡില് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും തെറ്റായിട്ട് സംസാരിച്ചാൽ തന്നെ നമ്മൾ ഒരുമാതിരി ആയിപ്പോവും. നിങ്ങൾ എങ്ങനെ നട റോഡില്? ഓഫ് കോഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തോണ്ടാ ഇങ്ങനെയൊക്കെ ആയത്. ബട്ട് ഐ ഡോണ്ട് ഫൈൻഡ് എനി ഡിഫറൻസ്. നിങ്ങൾക്കും ആ റൗഡി പയ്യന്മാർക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ. അവരും കാശ് വാങ്ങിയിട്ട് അടിക്കുന്നേ. നിങ്ങളും ഐ എം സോറി. എനിക്കൊരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് തന്നെ വലിയ വിഷമാ. അച്ഛൻ എന്നെ അങ്ങനെ വളർത്തിയത് അല്ലല്ലോ. നിങ്ങൾക്ക് എത്ര കൈൻഡായിട്ടുള്ളൊരു അമ്മയുണ്ട്, വളരെ അഴകുള്ള സിസ്റ്റർ. നിങ്ങൾ എന്താ പിന്നെ ഇങ്ങനെ? ഇതിൽ എന്തിനാ നിങ്ങളോട് പറയുന്നറിയോ? അറിയില്ല എന്തിനാ പറയുന്നെന്ന്. ബട്ട് ഒന്ന് മാത്രം അറിയാം, നിങ്ങൾ മാറിയ നിങ്ങളുടെ അമ്മ സന്തോഷിക്കില്ലേ? അനിയത്തി സന്തോഷിക്കില്ലേ? എന്തിന് ഞാൻ പോലും സന്തോഷിക്കില്ലേ? ഇത്ര നാളെ എന്താടാ ചെയ്തേ? എന്താ പെട്ടെന്നൊരു മാറ്റം? നിന്റെ അമ്മ പറഞ്ഞോ മാറാൻ? അതോ അനിയത്തി പറഞ്ഞോ? എങ്ങനെ വന്നു പുതിയ വെളിപാട്? ഏതോ ഒരു പെണ്ണ് വന്ന് കസബസ് ഇംഗ്ലീഷ് പറഞ്ഞപ്പോ അവന്റെ ഒരു ബോധോദയം. എന്തെങ്കിലും പറയടാ. നമുക്ക് ആരാ മാസം തോറും ശമ്പളം തരുന്നേ? അണ്ണാച്ചി മാത്രമേ തരുള്ളൂ. ശമ്പളം മാത്രമല്ല, മാരുതി വാൻ തന്നു. അയാൾ മാരുതി വാൻ എന്തിനാ തരണേ? അയാൾ പറഞ്ഞ അപ്പൊ തന്നെ പോയി അടിക്കാൻ. നമ്മളൊന്നും വെറുതെ അല്ല കാശ് മേടിക്കുന്നത്. ജീവൻ പണയം വെച്ചല്ലേ അയാൾ പറയണമൊക്കെ ചെയ്യണേ. ആരെങ്കിലും ഒരുത്തം നമ്മളെ തട്ടുന്നുള്ള ഉറപ്പാ. അന്ന് അയാൾ എന്ത് ചെയ്യും? ഒരു റീത്ത് വെച്ചിട്ട് വീട്ടിൽ 10,000 രൂപയും കൊടുക്കും. അപ്പോൾ അയാൾക്കൊരു ഫോൺ വരും. ഹലോ, പറയേ, ചെയ്തേക്കാം, അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞവൻ്റെ പാട്ടിനാവും പോവും. എൻ്റെ ചേച്ചി ആശുപത്രി കിടന്നപ്പോൾ അണ്ണനാണോടാ കാശ് തന്നത്? നമ്മുടെ തിരുവാടാ തന്നത്. ഏതെങ്കിലും പരിചയക്കാര് എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റൂടാ കൂലിത്തല്ലാണെന്ന്. വേറെ ജോലി ചെയ്യാനല്ലേ ആ പെണ്ണ് പറഞ്ഞത്. അത് ശരിയാ. അതേടാ, ഇനിയെങ്കിലും ഇതെല്ലാം ഒന്ന് നിർത്താം. എടാ തിരു, ഇപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ ജോലി നിർത്തണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ വിട്ടറാ. നിന്നോട് വിടാൻ പറഞ്ഞില്ലോ. നീ അണ്ണനെ പിടിച്ച് തൂങ്ങിക്കിടന്നോ? ഞാൻ ചെയ്തു തരാന്നേ. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? എടാ രാജാ, എവിടെടാ തിരു? അവനെ കാണാനേ ഇല്ല. അവനെയും കാണാനില്ല, അവൻ്റെ ആളുകളെയും കാണാനില്ല. എല്ലാവരും കൂടി ചേർന്ന് പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ് ആരംഭിച്ചോ? നീ പോയി തിരുവിനെ വിളിച്ചോണ്ട് വാ. തിരു ഇനി ഇവിടെ വരില്ല. എന്താ വരാത്തെ? കാശ് കൂടെ പറയാം. ഇപ്പൊ പറയുന്നില്ലോടാ? കയ്യിലെ കാശ്, വായിലെ ദോശ. എടാ രാജാ, ഇങ്ങോട്ട് വാടാ. കാശില്ലാത്തോണ്ട് അവൻ പറയാണ്ടിരിക്കണ്ട. ഇതുകൊണ്ട് കൊടുത്ത് തൊലക്ക്. ഇനി പറയടാ. തിരുവിനെ ഞാൻ കണ്ടു. എവിടെ? നിന്റെ അങ്കിൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല. ഇനി ആരെ കാണിച്ചാലും എന്റെ കണ്ണ് ശരിയാകാൻ പോകുന്നില്ല. ആന്റി, ഒന്നും മിണ്ടാതെ വരുന്നുണ്ടോ? ഇത് വേറെ ഡോക്ടറാ, മണിപ്പാൽ ഐ ഹോസ്പിറ്റലിന്റെ ചീഫ്.
എത്ര കഷ്ടപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിയെന്നറിയോ? എന്താ? സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. തിരു, what a surprise. I'm so happy. Thank you so much. നിങ്ങൾ കാരണം അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രിയ ഇങ്ങോട്ട് നോക്കി തിരു. ലേറ്റ് ആവുന്നു ചാരു. Hey, wait ya. ടൈം ആയി, വാടി. എപ്പോഴും ഇവിടെ തന്നെ കാണോ? അതെ വാടി. തുടച്ചോളൂ. ഫ്രഷ് ആവട്ടെ. വാ ചാരു.